അവളോട് പറയുക രാമൻ വൈദ്യരു തന്ന കുഴമ്പെടുത്ത് കാലിലൊന്ന് തടവാൻ. ആ സ്വരത്തിലെ ആജ്ഞാശക്തി മന്ദാകിനി അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ആ കാഴ്ച വാതിലിനു പിന്നിൽ മറഞ്ഞു നിന്ന് ശങ്കരൻ കണ്ടു. അയാളുടെ മുഷ്ടി ചുരുണ്ടു, മിഴികൾ തീജ്വാലകളായി. നിണം ഉഷ്ണേന പ്രതികാര വാഞ്ചയിൽ സിര മുതൽ കാൽ വരെ ആരെയോ പരതി നടന്നു. കുഴമ്പുതേപ്പിൽ സുഖിച്ച് ആലസ്യത്തിലാണ്ട് അയാൾ കിടന്നു. ആ ആസ്വാദനം അയാളെ അഗാധ മയക്കത്തിലേക്ക് നയിച്ചു. അത്രയും ആയപ്പോഴേക്കും മന്ദാകിനി തളർന്നു. അവൾ പതിയെ ശങ്കരനുള്ള കഞ്ഞിയുമായി മുറിയിലെത്തി. കഞ്ഞിയും ചുട്ട മുളകിൻ്റെ തേങ്ങാച്ചമ്മന്തിയും കഴിക്കുമ്പോൾ അവൻ്റെ മനം തേങ്ങി. വിശപ്പില്ല. പാതി കഴിച്ച് പാതി പ്രിയതമയ്ക്ക് നൽകുമ്പോൾ അവളുടെ മുടിയിലെ ചെമ്പകപ്പൂവിൻ്റെ വാസന അവനെ അവളിലേക്ക് ആകർഷിച്ചു. മിഴികളിൽ നാണത്തിൻ്റെ വിവശത തെളിഞ്ഞപ്പോൾ മന്ദാകിനി അവനിലേക്കടുത്തിരുന്നു. പക്ഷേ അലറിപ്പാഞ്ഞു വരുന്ന ഏട്ടൻ്റെ മുഖം അവനെ അതിൽ നിന്നും തള്ളി മാറ്റി. ഭക്ഷണം കഴിച്ചു ഉറങ്ങിക്കോളൂ. ശങ്കരൻ അവളുടെ മുടിയിലും നെറ്റിയിലും തലോടി. മന്ദാകിനി നിരാശയിലാണ്ടു. ശങ്കരേട്ടാ, നമുക്ക് കിടക്കാൻ ഒരു കട്ടിൽ വേണ്ടേ? എന്നും പടിയിൽ കിടക്ക വിരിച്ച് കിടന്നാൽ മതിയോ? മെത്ത നിവർത്തി വിരിക്കുമ്പോൾ അവൾ ചോദിച്ചു. അർത്ഥമില്ലാത്ത ഒരു മൂളൽ മാത്രം മറുപടിയായെത്തി. കർക്കിടക മാസത്തിലെ വാവു ദിനത്തിൽ ദാഹം ശമിപ്പിക്കാൻ ഭൂമിയും മഴയെ വരവേൽക്കാൻ തവളകളും കരഞ്ഞു. പുകയുന്ന ജീവനുള്ള രണ്ട് ആത്മാക്കളുടെ തീരാവേദന നെടുവീർപ്പായി ഭൂമിയിൽ അലിഞ്ഞു. കറുപ്പുസ്വാമി ജാനകി വരുന്നതും കാത്ത് വയലിൽ വരമ്പിൽ നിന്നു. അയാളിൽ ഒരു 16കാരൻ്റെ ചുറുചുറുക്കുണ്ടായിരുന്നു. ജാനകി അയാളെ കണ്ട മട്ടുതന്നെ കാട്ടിയില്ല. എനിക്കല്പം ധൃതിയുണ്ട്. അവൾ തൻ്റെ ഉന്തിയ വയറും വലിച്ചു നടന്നു. ജാള്യതയോടെ അയാൾ തിരിഞ്ഞു നടന്നു.